അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ച ജീവിതത്തിൽ വിജയപരാജയങ്ങളുണ്ടാകാം. ആ പരാജയങ്ങളെ ഓർത്ത് സങ്കടപ്പെടാനോ വിജയം കിട്ടിയാൽ നമ്മൾ നമ്മുടെ റബ്ബിന് സ്തുതി പറയാതെ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനോ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. മനുഷ്യ സഹജമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വരാം, വിജയങ്ങൾ വരാം. മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഓരോ മനുഷ്യൻ്റെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരു നാൾ നമുക്ക് പ്രയാസമാണ് റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നിമിഷ നേരങ്ങൾ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരങ്ങൾ ഏറെ നമുക്ക് തന്നിട്ടുണ്ട്. മഹാന്മാരുടെ അവർ വിശദീകരിക്കുന്നതായ ഗ്രന്ഥങ്ങളിൽ കാണാം, നമ്മുടെ പ്രയാസങ്ങൾ മാറാനും നമ്മുടെ വിഷമഘട്ടങ്ങൾ തീരാനും കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനസ്സിന് അലട്ടുന്നതായ ടെൻഷനുകൾ, ഇതൊക്കെ നീങ്ങി നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, നല്ല ഉദ്ദേശങ്ങൾക്ക് പരിഹാരമുണ്ടാകാനും അത് പൂർണ്ണതയിൽ പെട്ടെന്ന് ഉണ്ടാവാനും പരിഹാരങ്ങൾ ഏറെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മഹത്തായൊരു സൂറത്തിനെ കുറിച്ചുകൊണ്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ ഫത്ഹ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന് തുടങ്ങുന്നതായ ആ സൂറത്തിൻ്റെ അർത്ഥം തന്നെ, സൂറത്തുൽ ഫത്ഹ് എന്നുള്ളതിൻ്റെ അർത്ഥം വിജയം എന്നാണ്. കാര്യങ്ങളിൽ പെടുന്നവരെ വിജയമുണ്ടാകാൻ സൂറത്തുൽ ഫത്ഹ് നാം പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അറിയാതെ നമ്മിലേക്ക് വിജയം തരുന്നതാണ്. ഒരാൾ 21 തവണ 3 ദിവസങ്ങളിലായിക്കൊണ്ട് 21 തവണ സൂറത്തുൽ ഫത്ഹ് നല്ല ആത്മാർത്ഥതയോടുകൂടെ, വുളൂഓടുകൂടെ, ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട്, ആരോടും സംസാരിക്കാതെ, അഥവാ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ദുന്യവിയായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ളതായ വല്ല സന്ദർഭമോ നമുക്ക് ഉണ്ടായാൽ സ്വദഖല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവർ പോയതിന് ശേഷം വീണ്ടും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ ബാക്കിയുള്ളത് നമ്മൾ മുഴുമിക്കാൻ സമയം കണ്ടെത്തുക. അങ്ങനെ 21 തവണ 3 ദിവസങ്ങളിലായോ, അല്ലെങ്കിൽ നമ്മൾ പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ്, പല സമയങ്ങൾ കഴിയുന്ന ജോലികളിൽ നാം വ്യാപൃതരാവുന്ന സമയത്ത് നമുക്ക് 3 ദിവസം കൊണ്ട് ആ സൂറത്തിനെ ഓതി തീർക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് 5 ദിവസം കൊണ്ടോ 21 തവണ, അല്ലെങ്കിൽ 7 ദിവസം 21 തവണയോ അല്ലെങ്കിൽ 41 തവണയോ നാം ഓതി തീർത്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയും ഉദ്ദേശങ്ങൾ വേഗത്തിൽ പൂർത്തിയാവാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ നമ്മളോട് രേഖപ്പെടുത്തുകയാണ്. ആയതിനാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് എല്ലാവരും പതിവാക്കുക. വിജയം എന്ന ആ സൂറത്തിൻ്റെ അർത്ഥം ഉള്ളത് കാരണത്താൽ നമ്മുടെ ജീവിതത്തിലും ആ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ജീവിതത്തിൽ പകർത്തുവാൻ അത് നിത്യമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.